ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഒരു കൊച്ചു കഥ പറഞ്ഞു തുടങ്ങാം. അത് അങ്കുലപ്പുഴുവിൻ്റെയും വാനമ്പാടിയുടെയും കഥയാണ്. അങ്കുലപ്പുഴു എന്ന പുഴുവിന് പേര് വരാൻ കാരണം ഒന്ന് വളഞ്ഞു നുവർന്നാൽ ഒരങ്കുലമാണ് അളവ്. അപ്പം നല്ലപോലെ പാട്ടുപാടുന്ന വാനമ്പാടിയുടെ അടുത്ത് ചെന്ന് അങ്കുലപ്പുഴു പറഞ്ഞു, എനിക്ക് നിന്നെ അളക്കാം. വാനമ്പാടിക്ക് അതിനെ എതിർക്കാൻ ഒത്തില്ല. കാരണം അതിൻ്റെ വാല് മുതൽ കൊക്ക് വരെ ഒന്ന് വളഞ്ഞ് നുവർന്നു കഴിഞ്ഞാൽ എത്ര അങ്കുലമാണ് നീളമെന്ന് അളന്ന് പിടിക്കാം. വാനമ്പാടി തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ഞാനൊരു പാട്ട് പാടാം, നിനക്ക് അതൊന്ന് അളക്കാമോ? അങ്കുലപ്പുഴു ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി എന്നാണ് കഥ. കുഞ്ഞു കഥയാണ്, കുട്ടിക്കഥ. എല്ലാറ്റിനെയും അളക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്മസിൻ്റെ നാളുകൾ കടന്നു വരുന്നു. അളവുകളും തൂക്കങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പഴയ കടകളിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന സ്റ്റാറും ട്രീയും എല്ലാം പൊടി തട്ടി അതേൽ വർണ്ണഭംഗിയുള്ള അലങ്കാരങ്ങളൊക്കെ നടത്തി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്മസിന് എത്ര കോടി മദ്യം വിൽക്കണം എന്നുള്ളതിൻ്റെ കണക്ക് ഒരുപക്ഷെ സർക്കാർ എടുത്തു കാണും. എന്തെല്ലാം കാര്യങ്ങളാണ് ക്രിസ്മസിൻ്റെ കൊഴുപ്പിന് വേണ്ടി നടത്തേണ്ടതെന്ന് ഭവനങ്ങളും ദൈവാലയങ്ങളും ഒക്കെ ചിന്തിക്കുന്ന സമയമാണ്. കരോൾ ഗാന പരിശീലനം പല പള്ളികളിലും ആരംഭിച്ചു കഴിഞ്ഞു. വലിയ ഇടവകകളിൽ കരോൾ ഗായക സംഘം ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തീരുകയില്ല. ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാചകം, ക്രിസ്മസ് ഈസ് നോട്ട് എ ടൈം, നോട്ട് എ സീസൺ. അതൊരു പ്രത്യേക സമയമല്ല, പ്രത്യേക കാലവുമല്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. അത് ഒരനുഭവമായി മാറണം. അങ്കുലപ്പുഴു വാനമ്പാടിയെ അളക്കുന്നത് പോലെ വാനമ്പാടിയുടെ പാട്ട് അങ്കുലപ്പുഴുവിന് അളക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് സ്പെഷ്യലാണ്. ക്രിസ്മസ് ഈസ് ഓൾസോ സ്പെഷ്യൽ ഫോർ അസ്. ചരിത്രത്തിൽ തന്നെ അതുല്യമായ, തുലനം ചെയ്യാൻ മറ്റൊന്നുമില്ലാത്ത ഒരു മഹാവലിയ സംഭവം. എന്താണ് ആ സംഭവം? ഗോഡ് ബിക്കെയിം മാൻ. ആദിയിൽ സൃഷ്ടികർത്താവ് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുവെങ്കിൽ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ കാലപൂർണതയിൽ ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ കാണപ്പെട്ടു. അപ്പൊ തൻ്റെ കൈകൊണ്ട് മനുഷ്യനെ മെനഞ്ഞവനായ ദൈവം ആ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനോളം വലിയ ഒരു സംഭവം ലോക ചരിത്രത്തിൽ നടക്കാനുണ്ടോ? അതിനെ ആർക്കാണ് അളക്കാൻ സാധിക്കുക? ദൈവം മനുഷ്യനായി എന്ന വസ്തുതയെ ആർക്ക് അളക്കാൻ സാധിക്കും? ലോർഡ് ടെന്നിസൺ പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് വാസ് ദ മാൻ ഫോർ അതേഴ്സ്. മനുഷ്യനായ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി വന്ന ഒരു മനുഷ്യനാണെന്നും അവൻ കാൽവറിയിൽ മരിച്ചത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ല, സർവജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയുമാണ് എന്നുള്ളത് ആർക്കും അളക്കാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. വിശുദ്ധ വചനം ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
ദൂതന്മാർ പാട്ടുപാടി അറിയിച്ച വലിയ സന്ദേശം. എൽദോയുടെ ശുശ്രൂഷയിൽ തിരുവൾച്ചയുടെ സമയത്ത് നമ്മൾ ആ പാട്ട് പാടുമല്ലേ? ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ, തെശുബുഹദോ ലാലോഹോ ബമറൗമേ അൽ അറവോ ശ്ലോമോ ഷൈനോ സബറോ തോബോ ലബ്നൈനോ ഷോ. നിർഭാഗ്യവശാൽ ആ പാട്ടിൻ്റെ ട്രാൻസ്ലേഷൻ, സുറിയാനി മൂലത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഒരു വേദപുസ്തകത്തിൽ കണ്ടു. പിന്നെന്തുവാ, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന് വേറൊരു വേർഷനിൽ കണ്ടു. രണ്ടും അതിൻ്റെ തനി ട്രാൻസ്ലേഷൻ അല്ല. തനി ട്രാൻസ്ലേഷനിൽ ക്രിസ്തുവിൻ്റെ ജനനം നൽകിയ സന്തോഷം ദൈവപ്രസാദമുള്ളവർക്ക് മാത്രമല്ല, സന്മനസ്സുള്ളവർക്ക് മാത്രമല്ല, സർവലോകത്തിന് ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. അതാണ് സത്യം. എങ്കിൽ മാത്രമേ അതിന് അതുല്യതയുള്ളൂ. ക്രിസ്തുവിൻ്റെ ജനനത്തിന് അതുല്യത വരണമെങ്കിൽ അത് കാറ്റഗറൈസ് ചെയ്ത ഒരു സന്തോഷമായി മാറാൻ പാടില്ല. സർവജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷം. അതുകൊണ്ടാണ് വൃദ്ധനായ ശിമയോൻ യേശുകുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞത്, ഇപ്പോൾ നാഥ സമാധാനത്തോടെ അടിയനെ വിട്ടയക്കണമേ. ജാതികൾക്കും രാജാക്കന്മാർക്കും എല്ലാം മുമ്പിൽ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഒരു കോസ്മിക് ലുക്കാണ്, ഒരു സാർവലൗകിക ദർശനമാണ് കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ധ്യാനചിന്തയായി അല്പകാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സന്തോഷം, അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ഭാഗ്യം ഉൾക്കൊണ്ട, എന്നാൽ ആ ഉൾക്കൊണ്ട ഭാഗ്യത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രചോദനമാക്കി മാറ്റിയ നമുക്ക് വളരെ പരിചയമുള്ള ചില വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. ഒരു പാശ്ചാത്യ ചിന്തകൻ ക്രിസ്മസ് സംബന്ധമായി എഴുതിയ മനോഹരമായ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ക്രിസ്മസ് സന്ദേശം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 2 പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതിലൊന്നാമത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, on all Christmas season especially you count your blessings. നിന്റെ അനുഗ്രഹങ്ങളെ എല്ലാം നീ എണ്ണണം. രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത്, at the same time you need to bound your instincts. സഹജവാസനകൾക്ക് കടിഞ്ഞാണിടണം. ഞാൻ പെട്ടെന്ന് ഈ 2 പോയിന്റ്സിൻ്റെ മനസ്സിലേക്ക് വന്നു. നമ്മളൊക്കെ പലപ്പോഴും പഴിയും പരാതിയും പറയുന്നവരാണ്. എനിക്കല്പം കൂടെ പണമുണ്ടായിരുന്നെങ്കിൽ, എനിക്കല്പം കൂടെ പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ എൻ്റെ ഇന്നാരായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പരാതികളും പരിഭവങ്ങളും പറയും. പക്ഷെ നമുക്കവൻ തന്ന അനുഗ്രഹങ്ങളെ, ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഒരു ചെറിയ കവിശകലമുണ്ട്, എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം, എഴുന്നേറ്റ് നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. നമ്മളാരും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ. നമുക്ക് എഴുതാൻ ഒക്കുന്നു, വായിക്കാൻ ഒക്കുന്നു. അതൊരു സാധാരണ കാര്യമല്ലേ? അതുവല്ലോ ഭാഗ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. വൈകുന്നേരം കട്ടിലേക്ക് കിടക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നു, അതൊരു ഭാഗ്യമാണെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിക്കണമെങ്കിൽ കട്ടിലേന്ന് എഴുന്നേൽക്കാൻ കഴിവില്ലാത്ത ഒരാളിനെ കാണണം, അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും കഴിവില്ലാത്ത ഒരാളിനെ കാണണം. വിശുദ്ധ വചനം പറയുന്നത് പോലെ നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി വന്ന് കുരിശിൽ മരിച്ച് ദൈവം
തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് വി നീഡ് ടു കൗണ്ട് അവർ ബ്ലെസ്സിങ്സ്. എന്താണ് അവൻ എനിക്ക് ചെയ്ത നന്മ? ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ, ഏതാനും ദിവസം കഴിഞ്ഞാൽ. ക്രിസ്മസ് ദൈവം നമുക്ക് ചെയ്ത വലിയൊരു നന്മയാണ്. അതോടൊപ്പം നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ അവൻ ചെയ്ത ഒരുപാട് നന്മകളുണ്ട്. അതോടൊപ്പം തന്നെ വി നീഡ് ടു ബൗണ്ട് അവർ ഇൻസ്റ്റിങ്സ്. നമുക്കെല്ലാം സഹജവാസനകളുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നിടത്താണ് അനുഗ്രഹം. നമുക്ക് മുൻപിൽ നമുക്ക് കഴിക്കാൻ വച്ചിരിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, നമ്മൾ വാങ്ങിച്ച വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, നമുക്ക് ധരിക്കാനുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സഹജവാസനകളാണ്. നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നു. നമുക്ക് ബഹളം വെക്കാം, നമുക്ക് ശാന്തരായിട്ടിരിക്കാം, നമുക്ക് കലഹമുണ്ടാക്കാം. പക്ഷേ വി നീഡ് ടു ബൗണ്ട് അവർ ഇൻസ്റ്റിങ്സ്. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ വിവേകഹീനനായി നശിച്ചു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിങ്സ് ബൗണ്ട് ചെയ്യണം. അപ്പൊ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ ഭാഗ്യവും അവസരവും ഉണ്ടായ ചില വ്യക്തികൾ അതിനെ എങ്ങനെ സ്വീകരിച്ചു, അതുമൂലം അവരുടെ സഹജവാസനകളെ എങ്ങനെ അവര് ബൗണ്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വ്യക്തിത്വം നീതിമാനായ ജോസഫാണ്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ജനനത്തിന് മുൻപ് തന്നെ അറിയുവാൻ ഭാഗ്യമുണ്ടായ ഒരു മനുഷ്യനാണ് പരിശുദ്ധ കന്യകമറിയാമിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ജോസഫ് എന്ന വ്യക്തിത്വം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമാണ്. എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവർ കൂടി വരും മുൻപേ കന്യകമറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നറിഞ്ഞ്, എന്നാൽ താൻ നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താതെ അവളെ ഉപേക്ഷിക്കണം എന്ന് നിലച്ചിരിക്കുമ്പോൾ, അത് സഹജവാസനയാണ്, സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. ആ സഹജവാസനയിൽ താൻ നനച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ ജോസഫിന് പ്രത്യക്ഷനാവുകയാണ്. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഞാൻ ആ ഭാഗം ഒരുപാട് വിശദീകരിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, വേദപുസ്തകത്തിൽ 7 ജോസഫുമാരെ നമ്മൾ കാണുന്നുണ്ട്. 7 പേരും ഒന്നിനൊന്നും മെച്ചമാണ്. വേദപുസ്തകത്തിലെ ഒരേ പേരുകാർ തന്നെ ഒരേ സ്വഭാവം, മെച്ചപ്പെട്ട സ്വഭാവം ഉള്ളവരല്ല, നമുക്കറിയാം. 4-ാം തലമുറയിലെ ഒരു ഹാനോക്കുണ്ട്, 7-ാം തലമുറയിലെ ഒരു ഹാനോക്കുണ്ട്. 4-ാം തലമുറയിലെ ഹാനോക്ക് തൻ്റെ വസ്തുവിന് തൻ്റെ പേരിടാൻ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഹാനോക്കുണ്ട്. വേദപുസ്തകത്തിൽ ഒരിടത്തും പിന്നെ അവനെക്കുറിച്ച് കാണുന്നില്ല, അവൻ്റെ പേര് പോലും മാഞ്ഞുപോയി. പക്ഷേ ദൈവമനുഷ്യനായ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ അവൻ കാണാതായി. വീണ്ടും വിശുദ്ധ വചനത്തിൽ ആ ഹാനോക്കിനെ കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ 7 ജോസഫുമാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജോസഫുമാരാണ്. അത് നിങ്ങൾക്കൊരു ഹോംവർക്കിന് വിടുകയാണ്. നിങ്ങൾ താല്പര്യമുള്ളവര് ഈ ജോസഫുമാരെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ നൽപ്പ് എന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഒരു ജോസഫ് തൻ്റെ സഹജവാസന കൊണ്ട് മറിയമിനെ രഹസ്യമായി ഉപേക്ഷിപ്പാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അവനിലെ നീതിമാന്റെ ആ ഫാക്ടറാണ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്കാർക്കും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ നീതിമാന്റെ ഫാക്ടർ വളരെ കുറവാണ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് സാറ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്
മെറ്റീരിയൽ എന്നുള്ള വാക്ക്, ഒരു നീതിമാൻ മെറ്റീരിയൽ, ഒരു പ്രീസ്റ്റ് മെറ്റീരിയൽ, ഒരു പേരന്റ് മെറ്റീരിയൽ, ഒരു സ്റ്റുഡന്റ് മെറ്റീരിയൽ, ഒരു ടീച്ചർ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉദാത്തമായ ഭാവമാണ്. അപ്പോൾ ജോസഫിൽ നമ്മൾ കാണുന്നത് ഒരു നീതിമാൻ മെറ്റീരിയലാണ്. ദൈവത്തിൻ്റെ ദർശനമുണ്ടായി, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ് എന്നൊക്കെ ഉള്ള അറിയിപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്. അത് മാത്രം ഞാൻ ഒന്ന് അടിവരയിട്ട് പറയുകയാണ്. ജോസഫ് എറോസ് ഫ്രം സ്ലീപ്പ്. അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വേദപുസ്തകത്തിൽ അങ്ങനെ ചില കൊച്ചു വാക്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒത്തിരി അർത്ഥമുള്ള വാക്യങ്ങളാണ്. ഹി എറോസ് ഫ്രം സ്ലീപ്പ്. യൂദ അപ്പഖണ്ഡം വാങ്ങിപ്പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു then it was night. അപ്പോൾ രാത്രിയായിരുന്നു. എബ്രായ ലേഖനത്തിലെ നീതിമാന്മാരെ കുറിച്ചും പുണ്യവാന്മാരെ കുറിച്ചും ഒക്കെ പറഞ്ഞിടത്ത് എഴുതിയിരിക്കുന്നു the world was not worthy to them. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. വെളിപാട് പുസ്തകം 23-ാം അധ്യായത്തിൽ പറയുന്നു ദൈവകുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയുടെ ഇരുകരയിലും താമസിക്കുന്ന പുണ്യവാന്മാർ, കർത്താവായ ക്രിസ്തു അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർക്ക് വിളക്കിന്റെ വെളിച്ചവും സൂര്യന്റെ വെളിച്ചവും ആവശ്യമില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു the night is no more. ഇനി രാത്രി ഇല്ല. ഇങ്ങനെ ചില കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളുണ്ട്. അതുപോലെ ഒരു വാക്യമാണ് ജോസഫ് എറോസ് ഫ്രം സ്ലീപ്പ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരു തിരുജനനത്തിൻ്റെ അറിയിപ്പ്, അത് ഡിസംബർ 1-ന് നോമ്പ് നമ്മൾ ആരംഭിച്ചു. 25-ാം തീയതിയിലേക്ക് നമ്മൾ നോക്കി പാർക്കുകയാണ്. ഈ അറിയിപ്പ് എല്ലാ വർഷവും നമുക്ക് വിശേഷാൽ ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ഓർമ്മയാണെങ്കിലും ഡിസംബർ മാസം അടുക്കുമ്പോൾ ഇത് ക്രിസ്മസിൻ്റെ മാസമാണല്ലോ, എൽദോ നോമ്പാണല്ലോ. ജോസഫിന് ഒരു അറിയിപ്പ് ഉണ്ടായി. ആ അറിയിപ്പ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്, ഒരു ക്രിസ്മസിൻ്റെ അറിയിപ്പാണ്. ആ അറിയിപ്പ് അവനിൽ എന്തുളവാക്കി എന്നാണ് ഞാൻ പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ഒരു ഉണർവ്. ഇവിടെ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആർ വി ഇൻ സൗണ്ട് സ്ലീപ്പ്? നമ്മൾ ഉറക്കത്തിലാണോ? നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഒരു ഉണർവിൻ്റെ ആവശ്യമുണ്ടോ? അതിന് സമ്മതിക്കുകയല്ല കേട്ടോ. നമ്മുടെ ഉറക്കം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഉറക്കമാണ്. പലതിനോടും കണ്ണടച്ചു കളയുക, പലതിനെക്കുറിച്ചും അജ്ഞതയും അന്ധതയും നമ്മൾ പ്രാപിക്കുക. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. 1 തെസ്സലോനിക്കർ 5:17 ആത്മാവിനെ കെടുക്കരുത്. അതിന് തൊട്ടടുത്ത് പറയുന്നത് ഡു നോട്ട് ഡെസ്പൈസ് പ്രൊഫസീസ്. ആത്മാവിനെ കെടുക്കരുത്. ബാക്കി എന്താണ്? പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം തുച്ഛീകരിക്കുന്നത് കൊണ്ട് അനേകരും ഉറക്കത്തിലാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ സോഷ്യൽ മീഡിയ ഞാൻ അധികം പരതുന്ന ആളല്ല, എന്നാലും വല്ലപ്പോഴും. പക്ഷേ അമ്പരപ്പിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്നത്. കുണുപോലെ മുളയ്ക്കുന്ന വ്യക്തിഗത സഭകൾ എന്തെല്ലാം പെർവേർഷൻസാണ്, എന്തെല്ലാം പെർവേർട്ടഡ് സ്പിരിച്വാലിറ്റിയാണ് അവതരിപ്പിക്കുന്നത്. അതിനെ ന്യായീകരിക്കുവാൻ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുക. അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞ് ഒരു ഉറക്കത്തിൻ്റെ മയക്കത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കുകയാണ് ക്രൈസ്തവ ഗോളം. ഉറക്കത്തിൽ നിന്ന് ഉണരണം. ആത്മീയ ദർശനങ്ങൾ നമ്മെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള ദർശനങ്ങളാണെന്ന് ഓർക്കണം. ജോസഫ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു.
ദൈവത്തിന്റെ മാലാഖ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. തന്റെ ഭാര്യയായ മറിയമിനെ ചേർത്തുകൊണ്ടു. അവിടെ മുതൽ നമ്മൾ അങ്ങോട്ട് നോക്കണം. എന്തുമാത്രം ത്യാഗങ്ങൾ, കഷ്ടതകൾ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. എന്നോടിയുടെ ഹോളി ലാൻഡിൽ പോയിച്ചു വന്ന ഒരു ടീം പറഞ്ഞു, കർത്താവിനെ കുരിശിച്ചെടുത്ത് ചെന്നപ്പോഴും കർത്താവിനെ പീലാത്തോസ് തടവിലാക്കിയ സ്ഥലത്ത് ചെന്നപ്പോഴും ഒന്നും എനിക്ക് വരാത്ത ഒരു സങ്കടം ഈജിപ്തിൽ ചെന്നപ്പോൾ ഉണ്ടായി. അപ്പോൾ എനിക്ക് അതിശയം തോന്നി, എന്താ ഈജിപ്തിൽ അങ്ങനെ സങ്കടം വരാൻ കാരണം? ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈ ശിശുവിനെയും അമ്മയെയും കൊണ്ട് ജോസഫ് ഉൾപ്പെടെയുള്ള കുടുംബം നസറേത്തിൽ നിന്ന് എങ്ങനെ ഈജിപ്തിൽ ചെന്നു പറ്റി? നല്ല സ്പീഡിൽ ഓടുന്ന വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും 9-10 മണിക്കൂർ ഓടിയാൽ മാത്രമേ ഈജിപ്തിലെത്തുള്ളൂ. അവിടെ ഒളിച്ചു പാർത്ത സ്ഥലം. അപ്പോൾ അവർ ഏറ്റെടുത്ത ത്യാഗം, കന്യമറിയാമിനെയും കൊണ്ട് പേർ വഴി ചാർത്തപ്പെടുവാൻ ചെന്ന സന്ദർഭത്തിൽ സത്രങ്ങൾ തോറും സ്ഥലം അന്വേഷിച്ച് നടക്കുക. എന്തുമാത്രം ത്യാഗമാണ് അദ്ദേഹം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആത്മാവ് അദ്ദേഹത്തെ ബലപ്പെടുത്തിയത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളും ചിലപ്പോൾ ഉറക്കത്തിലും മയക്കത്തിലുമൊക്കെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ഉൾവിളി നമുക്കുണ്ടാവണം. എറൈസ് ആൻഡ് ഷൈൻ എന്ന്, എഴുന്നേൽക്കുക, പ്രകാശിക്കുക എന്ന് അവൻ പറയുന്ന ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആ ഭാഗം അങ്ങോട്ട് തൽക്കാലം മാറ്റിവെക്കട്ടെ. രണ്ടാമത് സാക്ഷാൽ കന്യകമറിയാമിൻ്റെ വിഷയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28 മുതലുള്ള ഭാഗം ആരംഭിക്കുന്നത് ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഒരിക്കലും യേശുവിൻ്റെ അമ്മയാകാം എന്ന് കരുതി നോമ്പ് നോറ്റിരുന്ന ആളല്ല കന്യകമറിയാം. നമുക്കറിയാം, നമ്മുടെ ശ്ലീബാ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, പതിവ് പോലെ പ്രാർത്ഥിപ്പാനായി ദൈവത്തിൻ്റെ മുൻപിൽ മറിയാം ചെന്നപ്പോൾ, അല്ലേ, പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടുന്നേരം പാടണ്ട. അപ്പം ആ പാട്ടിൽ ആ കാര്യമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ മറിയാം ആദ്യം പ്രതിവചിക്കുന്നത് ഇത് എന്തോ ഒരു വന്ദനം ഓർക്കാപ്പുറത്ത് കിട്ടിയതായതുകൊണ്ട് അവൾ പറയുകയാണ്, ഇത് എന്തോ ഒരു വന്ദനം. വാത്സല്യമുള്ളവരെ, ആ കന്യകമറിയാമിൻ്റെ മനസ്സിൽ ആ ഒരു ദൂതൻ്റെ അരുളപ്പാട് മൂലം ഉണ്ടായ ചിന്താഭാരങ്ങൾ നമുക്ക് വേണമെങ്കിലൊന്ന് ഊഹിക്കാം. എത്രയോ മാസങ്ങളായി, വർഷങ്ങളായി താൻ നേടിയെടുത്ത ഒരു സൽപ്പേര് നഷ്ടപ്പെടാൻ പോകുകയാണ്. വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ജോസഫ് എന്നെ ഉപേക്ഷിക്കാം, എന്നെ വേണമെങ്കിൽ ജനത്തിന് കല്ലെറിഞ്ഞു കൊല്ലാം, എന്തെല്ലാം കുറ്റാരോപണങ്ങൾ നടത്താം, അപമാനിതയാവാം. 100 പ്രശ്നങ്ങളാണ് നേരെ വരുന്നത്. പക്ഷേ അമ്മ ചോദിച്ചു കേട്ടോ, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? പക്ഷെ അമ്മയ്ക്ക് ശിക്ഷ കൊടുത്തില്ല. ആചാര്യനായ സഖറിയാവ് സംശയിച്ചപ്പോൾ ശിക്ഷ കൊടുത്തു, മൗനിയായിട്ടിരുന്നോളാൻ പറഞ്ഞു, കുഞ്ഞ് ജനിക്കുന്നത് വരെ. ഞാൻ എൻ്റെ വ്യാഖ്യാനത്തിൽ വായിച്ചിട്ടുണ്ട്, അത് ആചാര്യനായതുകൊണ്ടാണ് ശിക്ഷ കിട്ടിയത്. കന്യമറിയാം പാവപ്പെട്ട സ്ത്രീയെ ഇച്ചിരി ഫൗള് പറഞ്ഞാലും അതിനൊന്നും ശിക്ഷയില്ല. ദൈവത്തിൻ്റെ മാലാഖയുടെ അരുളപ്പാടിനെ അമ്മ സംശയിച്ചില്ലെന്ന് പറയാനൊക്കത്തില്ല, സംശയിച്ചു. പക്ഷെ നോ പണിഷ്മെന്റ്. കാരണം എന്നാണെന്നറിയാമോ? ആ സംശയം വലിയ ബലത്തിലേക്ക് പരുവപ്പെടുത്തിയെടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വായിക്കാം. ജോൺ ഓഫ് മോസൽ
എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു പിതാവ് ദ വൈസ് വേ എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ് ദ വൈസ് വേ എന്ന അതിമനോഹരമായ പാട്ട്. അതിൻ്റെ ആരംഭത്തിലെ 2 വരി, ഹായേൽ മോറാൻ ഈദേ ദഫ്ഷാത്ത് വഷ്കാൽ കുദിശോ ലഹൂ സോയ് ഹൗബേ. ഹായേൽ മോറാൻ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ഓ ലോർഡ് ദ സ്ട്രെച്ചഡ് ഹാൻഡ്സ്. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ റൂബ്രിക്സ് എഴുതിയിട്ടുണ്ടല്ലേ. സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സിമ്പലാണ്. ഹായേൽ മോറാൻ സ്ട്രെങ്തൻ ഓ ലോർഡ് ഈദേ ദഫ്ഷാത്ത് the hands that are stretched out, Vashkal Kudesho, receive the holy things, Lahu Soi Haube, for the remission of debts. ആഴത്തിൽ നിന്ന് നമ്മുടെ ആന്തരിക കരങ്ങൾ ഉയർത്തി എപ്പോൾ നമ്മുടെ ഭോഷത്വങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അവൻ നമ്മുടെ അന്തരംഗത്തെ ബലപ്പെടുത്തുകയും അവൻ നമുക്ക് നമ്മുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും പൊറുതി നൽകുകയും ചെയ്യും. മറിയാമിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. പ്രതിസന്ധികൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനെ ഒരു തിരത്തള്ളൽ നടത്തി കയറി വന്നപ്പോൾ മറിയാം പറയുകയാണ്, ഞാനിതാ അവിടുത്തെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആ പ്രതിസന്ധികളെല്ലാം ഒരു കോണിലോട്ട് മാറ്റിവെച്ചു. ഈ ഒരു സന്നദ്ധത നമുക്കുണ്ടാവുമോ? ഇൻസ്റ്റിങ്സിനെ ബൗണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ജോസഫിന്റെ മനസ്സിൽ സ്വതസിദ്ധമായി വന്ന വികാരം പോലെ കന്യാമറിയാമിന്റെ മനസ്സിലും സ്വതസിദ്ധമായി ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷെ അതിനെല്ലാം അങ്ങോട്ട് ബൗണ്ട് ചെയ്തിട്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ കന്യാമറിയാമിന് സാധിക്കുന്നു. പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠനായ ഒരു പിതാവ് കന്യാമറിയാമിനെ സംബന്ധിച്ച ഒരു വ്യാഖ്യാന കൃതി എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം മനോഹരമായ ഒരു ചെറിയ ഇല്ലുസ്ട്രേഷൻ തരുന്നുണ്ട്. 3 മരങ്ങളുടെ കാര്യമാണ്. മേരി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്ന ഹെഡിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ വലിയ പരമ്പരയിൽ 3 മരങ്ങളുടെ കാര്യം പറയുകയാണ്. തല ഉയർത്തി നിൽക്കുന്ന 3 മരങ്ങൾ. ഒന്നാമത്തെ മരം വെട്ടാൻ വന്നപ്പോൾ മരം പറഞ്ഞു, എന്നെ ഇപ്പം മുറിക്കല്ലേ. വെട്ടുകാരൻ പറഞ്ഞു, നിന്നെ മുറിക്കുക മാത്രമല്ല, നിന്റെ തടി കൊണ്ട് ഞാൻ പുൽത്തൊഴുത്ത് പണിയാൻ പോവുകയാണ്. അപ്പം മരം വളരെ എതിർത്തു. പക്ഷേ ഉടയവൻ പറഞ്ഞു, നിന്റെ തടി കൊണ്ട് പണിയുന്ന തൊഴുത്തിലാണ് യേശുക്കുഞ്ഞിനെ കിടത്തേണ്ടത്. ഇപ്പം മരത്തിന് സന്തോഷമായി. പിതാക്കന്മാർക്ക് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന ചില കഥകളുണ്ടായിരുന്നു. 2ാമത്തെ മരം വെട്ടാൻ ചെന്നപ്പോൾ മരം എതിർത്തു, എന്നെ വെട്ടരുതിപ്പോൾ, ഞാൻ കുറച്ചുകൂടെ വളരട്ടെ. വെട്ടുകാരൻ പറഞ്ഞു, നിന്റെ തടി കൊണ്ടാണ് വലിയ പടകുകൾ നിർമ്മിക്കേണ്ടത്. അയ്യോ, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന അശ്രാന്ത പരിശ്രമത്തിന് കടലിലേക്ക് തള്ളുന്ന പടകുകളാണോ എൻ്റെ തടി കൊണ്ട് നിർമ്മിക്കാൻ പോകുന്നത്? അപ്പോൾ മരത്തിൻ്റെ ഉടയവൻ പറഞ്ഞു, നിന്റെ തടി കൊണ്ട് നിർമ്മിക്കുന്ന പടകിലാണ് യേശുവിന് ഇരുന്ന് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ മരത്തിന് സന്തോഷമായി. 3ാമത്തെ മരം വെട്ടാൻ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ മരത്തിൻ്റെ ഉടയവൻ പറഞ്ഞു, നിന്റെ തടി കൊണ്ടുണ്ടാക്കുന്ന കൂറ്റൻ കുരിശിലാണ് ക്രിസ്തു ലോകത്തിൻ്റെ അധർമ്മത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടേണ്ടത്. മരത്തിന് വലിയ സന്തോഷമായി. എന്തിനാണ്? കന്യകമറിയാമുമായി ബന്ധപ്പെട്ട്
ഈ ചെറിയ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൂരവ്യാപകമായ അനുഗ്രഹത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണുമ്പോൾ തനിക്ക് നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നിസ്സാരമെന്ന് കരുതാൻ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം പേരും സ്ത്രീകളാണല്ലോ. എല്ലാവരും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുൻപേ എഴുന്നേൽക്കുന്നവർ, എല്ലാവരും കിടന്നാലും കിടക്കാനൊക്കാത്തവർ, അങ്ങനെ ഒരു വിശേഷണം സ്ത്രീകൾക്കുണ്ട്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെ ഞാൻ കേട്ടു, നമ്മുടെ ന്യൂജൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിയൊക്കെ ഷെയർ ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഹസ്ബൻഡ് പാത്രം കഴുകണം, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വൈഫ് പാത്രം കഴുകും, ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുപോലെ, ഇങ്ങനെയൊക്കെ ജോലി ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ കാലഘട്ടമല്ല പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ നോക്കി ആത്മീയമായി അവരെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന അമ്മമാര്, സ്ത്രീകള്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളാണ്, ഒരുപാട് വേദനകളാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന എൻജോയ്മെന്റ്സ് പലപ്പോഴും, ലെഷർ ടൈം പലപ്പോഴും അവർക്ക് ലഭിക്കാറില്ല. പക്ഷെ അവരെന്താ സർവം സഹികളായി ഇങ്ങനെ ജീവിക്കുന്നത്? അവരുടെ മുൻപിൽ വലിയൊരു ദർശനമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളല്ലോ. ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മാറുമായിരിക്കും. ഒരമ്മ വേദന അനുഭവിക്കുന്നുവെങ്കിലും ബൈബിളിൽ പോലും പറയുന്നുണ്ട്, അവൾ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ വേദന മറന്നു പോകുന്നു. എത്ര ഹൃദ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഭൂമിക്ക് ദാനം ചെയ്ത് കഴിയുമ്പോൾ അവൾ തൻ്റെ വേദന മറന്നു പോകുന്നു. അമ്മ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. തന്നിൽ ഉരുവാകുന്ന പ്രജ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ആകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ വേദനകളെല്ലാം മറന്നുപോയിട്ട് പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരുന്ന അമ്മയുടെ ചിത്രം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്, കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: കർത്താവിൻ്റെ ദൂതൻ അവിടെ അവരുടെ അരികിൽ നിന്നു. വെളിമ്പ്രദേശത്താണ്, മഞ്ഞുള്ള സമയമാണ്, അവർ ആട്ടിടയന്മാരാണ്. എന്താ അവരോട് പറഞ്ഞത്? സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. രക്ഷകനും നാഥനുമായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ ജാതനായിരിക്കുന്നു. അതിന്റെ കോൺസിക്വൻസ് എന്താണ്? 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം. ശ്രദ്ധിച്ചു കേട്ടോണം. അവർ ബന്ധപ്പെട്ടു ചെന്നു, മറിയേയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. They took pain. It is very important. പുതിയ നിയമത്തില് ബന്ധപ്പെട്ടു എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് 3 സ്ഥലത്ത് മാത്രമാണ്. അതിലൊന്ന് ആട്ടിടയന്മാരെ കുറിച്ചാണ്. They took pain to go all the way to Bethlehem. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് കന്യാമറിയാമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായന നമ്മൾ കേട്ടല്ലോ. യഹൂദ്യ മലനാട്ടിൽ എലിസബത്തിനെ കാണാൻ കന്യാമറിയാം എങ്ങനെ പോയി എന്നാ വായിച്ചു കേട്ടത്? ബന്ധപ്പെട്ടു ചെന്നു. ഷീ ടുക്ക് പെയിൻ. പിന്നെ ഒരാളെ കുറിച്ചുണ്ട്, ആള് നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. ആരാണ്? പറയത്തക്ക പൊക്കവും ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാലേ പേരിങ്ങോട്ട് വരുവുള്ളത്. തന്റെ പരിമിതി കൊണ്ട് കർത്താവിനെ കാണാൻ ഒക്കാതെ വന്നപ്പോൾ അവനതിന് സൊല്യൂഷൻ കണ്ടെത്തി. താഴെ വന്ന കർത്താവ് സക്കായിയെ വിളിച്ചപ്പോൾ സക്കായി എങ്ങനെ ഇറങ്ങിയെന്നാ പറയുന്നത്? ബന്ധപ്പെട്ടിറങ്ങി. സക്കയസ് ടുക്ക് പെയിൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതും വേണേ ഒരു പഠന വിഷയമാക്കിക്കോണം. ഈ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന മറിയമിനെയും സക്കായിയെയും ആട്ടിടയന്മാരെയും കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയാൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ കിട്ടും. അപ്പോൾ ആട്ടിടയന്മാർ
they took pain. അവർക്ക് ബദ്ധപ്പാടൊന്നും ഒരു വിഷയമല്ലായിരുന്നു. വളരെ കഠിനമായ പരിശ്രമമുള്ള ജോലിയാണ്. ഹിംസ്രജന്തുക്കൾ വന്നാൽ അതിനെ നേരിടണം, ആടുകളെ സംരക്ഷിക്കണം, അതിന് തീറ്റ കൊടുക്കണം, വെള്ളം കൊടുക്കണം. കഠിനമായ ജോലിയാണ്. പക്ഷേ ആ രാത്രിയിൽ തന്നെ, നേരം വെളുക്കട്ടെ, മഞ്ഞു മാറട്ടെ, ഒന്നുമില്ല. they took pain. അവർ ബന്ധപ്പെട്ട് ചെന്നതിന്റെ റിസൾട്ട് എന്താണ്? മറിയമിനെയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പൊ അവരും സഹജവാസനകൾക്ക് കടിഞ്ഞാണിട്ടു അല്ലേ? നമ്മളെ ആരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഉടനെ അങ്ങ് തുനിഞ്ഞിറങ്ങി പോവുകയില്ല. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാൻ നോക്കും. നേരം വിളക്കെട്ടെന്നോ അല്ലെങ്കിൽ ഇച്ചിരി കഴിയട്ടെന്നോ ഒക്കെ പറയും. വേദപുസ്തകത്തിൽ തന്നെ അതിന് ഉദാഹരണമുണ്ടല്ലോ. 3 അപ്പം വായ്പ ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ പറയുന്നു, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, ഇപ്പോൾ എനിക്ക് തുറന്നു തരാൻ മനസ്സില്ല. പിന്നെയും നിർബന്ധിച്ചപ്പോഴാണ് അപ്പം കൊടുക്കാനായിട്ട് മനസ്സ് വച്ചത് എന്ന് പറഞ്ഞതുപോലെ അട്ടുടയന്മാർക്ക് അങ്ങനെയുള്ള ഒരു ലാഗിങ് ഇല്ല. they took pain. പ്രോക്രാസ്റ്റിനേഷൻ ഇല്ല. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്കാണ് പ്രോക്രാസ്റ്റിനേഷൻ. 2 വാക്കുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന വേറൊരു വാക്കുണ്ട്, പ്രോഗ്നോസ്റ്റിക്കേഷൻ എന്ന് പറയും. പ്രോഗ്നോസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അകലെയുള്ളത് നമ്മൾ അന്തർനേത്രം കൊണ്ട് കാണുന്നതാണ് പ്രോഗ്നോസ്റ്റിക്കേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്തോ വേണം, സമയമായില്ലല്ലോ, ഇനിയും സമയം മുന്നിലുണ്ടല്ലോ എന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നതാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഒരു വാചകമുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സമയത്തെയും അവസരങ്ങളെയും മോഷ്ടിക്കുന്ന മോഷ്ടാവാണ് ആര്? പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ ചിലപ്പോൾ രാവിലെ കിടക്കപ്പായ കിടന്നുകൊണ്ട് തന്നെ റേഷൻ കടയിൽ പൊക്കളയും, അല്ലെങ്കിൽ ഓഫീസിൽ പൊക്കളയും. കിടന്നുകൊണ്ടിങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. എഴുന്നേറ്റു, വാഷ്റൂമിൽ പോയി, ഡ്രസ്സ് ധരിച്ചു, പോയി. പക്ഷേ ആൾ കട്ടിലേ കിടക്കുന്നേ ഉള്ളൂ. മാർച്ചിൽ പരീക്ഷയുണ്ടെങ്കിൽ ഡിസംബർ മുതലേ കുഞ്ഞുങ്ങൾ പറയും, എന്തിനാ ഇപ്പോഴേ പഠിക്കുന്നത്, മാർച്ച് വരെ സമയമുണ്ടല്ലോ. ഇങ്ങനെ ഓരോന്ന് തള്ളി മുന്നോട്ട് വെക്കുകയാണ്. അട്ടുടയന്മാർക്ക് ആ സ്വഭാവം ഇല്ലായിരുന്നു. അവർ വളരെ വിജിലൻ്റ് ആയിരുന്നു. ആ വിജിലൻസി ഇല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. അതിനാ ഈ സഹജവാസനകൾക്ക് അവർ കടിഞ്ഞാണിട്ടു എന്ന് പറയുന്നത്. അവർക്കും ഒഴികഴിവ് പറയാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് they took pain. If there is pain, there is gain. And if there is a cross, there is a crown. അത് ശരിക്കും മനസ്സിലാക്കിയ ആട്ടിടയന്മാർ ഇന്ന് നമ്മൾ പറയുന്ന ഈ സെറ്റിൽ ഒരു ഉദാഹരണമാണ്. ഇനി ഒരു കൂട്ടരെ കുറിച്ചുകൂടെ പറയാം. അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിദ്വാൻമാർ എന്ന വിഭാഗമാണ്. ദ മഗായ്സ്, കിഴക്ക് നിന്ന് വിദ്വാൻമാർ. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം ആരോട് എപ്പോൾ പറഞ്ഞു? ഹെരോദേസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് വിദ്വാൻമാര് പറയുകയാണ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. വന്നിരിക്കുകയാണ്, നക്ഷത്രത്താൽ അനുഗതരായി. എന്നിട്ട് ഹെരോദേസ് രാജാവുമായിട്ടുള്ള സംഭാഷണം, കൊട്ടാരമെല്ലാം ആകെ നടുങ്ങിപ്പോയി. അപ്പോൾ ശാസ്ത്രിമാരെ വിളിച്ചു. അപ്പോൾ ഒരു മഹാരാജാവ് പിറന്നുവെന്ന കൺഫർമേഷൻ കിട്ടി. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ടിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 11-ാം വാക്യത്തിൽ, അവർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഒരു രാജാവ് പിറന്നു എന്ന് മാത്രമേ അവർക്ക് അരുളപ്പാട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവർ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചത്, വേർ ഈസ് ദ ബേബി ഹു ഈസ് ബോൺ ആസ് ദ കിങ് ഓഫ് ദ ജ്യൂസ്? യഹൂദന്മാരുടെ രാജാവായി പിറന്ന ആ കുഞ്ഞ് എവിടെ? കൊട്ടാരത്തിലാണ് അവരന്വേഷിച്ചത്. പക്ഷേ ശാസ്ത്രിമാർ വന്ന് ഈ കൺഫർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് രാജാവിൻ്റെ വാക്കൊക്കെ കേട്ട് അവിടെ
വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല, തിരിച്ചു വന്നേക്കാന്നൊക്കെ പറഞ്ഞങ്ങ് പോയി. അവിടെ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ തനിമയെ, മഹത്വത്തെ കാണിക്കാൻ പിതാക്കന്മാര് ഉപയോഗിക്കുന്ന ഒരു പദമാണിതെന്ന് നിങ്ങൾ ഓർത്തോണം. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കാണാൻ സാധിക്കുന്നവരെന്ന് ചുരുക്കമാണ്. അമ്മ വേറെ കുഞ്ഞു വേറെ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ചോദിക്കാറുണ്ട്, ഒരു പ്യുവർ ലോജിക്, സഭയുടെ തല ക്രിസ്തു ആണെങ്കിൽ, തല ക്രിസ്തുവും ഉടൽ സഭയുമാണല്ലോ, ക്രിസ്തുവിൻ്റെ അമ്മയാണ് കന്യക മറിയാം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഒരു പെന്തക്കോസുകാരനും തർക്കമില്ല, മറ്റൊരു സഭാവിഭാഗക്കാർക്കും തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഉടലിൻ്റെ അമ്മയും കന്യക മറിയാം തന്നെ അല്ലേ? അല്ല, തലയ്ക്കൊരമ്മ ഉടലിനൊരമ്മ എന്ന് വരുമോ? അതുകൊണ്ട് അമ്മയെ പുകഴ്ത്തിയാലും അമ്മയെ ഇകഴ്ത്തിയാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തു ദൈവമെന്ന് അംഗീകരിക്കുന്ന എല്ലാവർക്കും അമ്മ അമ്മ തന്നെയാണ്, സംശയമില്ല. 2-ാം നൂറ്റാണ്ട് മുതൽ കടുത്ത വേദോപരീതങ്ങൾ അല്ലേ? ക്രിസ്തു കടലിന്മേൽ നടന്നപ്പോൾ ദൈവമായിരുന്നു, കുരിശിൽ മരിച്ചപ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവത്തിന് കുരിശിൽ മരിക്കാൻ ഒക്കുമോ? ദൈവപുത്രനെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വസിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് കന്യക പ്രസവിച്ചത് യേശു എന്ന ഒരു നല്ല മനുഷ്യനെയാണെന്ന് പറയാം. കന്യമറിയാമിനെ യേശുവിൻ്റെ അമ്മയെന്ന് വിളിക്കാം, പക്ഷെ ദൈവപ്രസവിത്രി എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ ദൈവമാതാവെന്ന് വിളിക്കാൻ ഒക്കുകയില്ല എന്ന് പഠിപ്പിച്ച വേദ ഉപരീതങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ഒരു വാങ്ങലാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങി, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, അതും കഴിഞ്ഞ് അടുത്ത ലൈൻ വരുമ്പോൾ തകരാറിലാവും. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മളങ്ങ് പറയും. നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പക്ഷേ ചിലയിടത്ത് അതിനൊരു തകരാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട മശിയാതമ്പുരാനെ എന്ന് പറയും. മറ്റൊരു തർജ്ജിമയിലും അതില്ല കേട്ടോ. ഇംഗ്ലീഷിലുമില്ല, ഹിന്ദിയിലുമില്ല, ഉറുദുവിലുമില്ല, കന്നഡയിലുമില്ല, എല്ലാറ്റിലും തക്സായിപ്പോണ്ട്. ദൈവത്തെ അഡ്രസ് ചെയ്തിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ അതേ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? അതുകൊണ്ട് ഒരു ചെറിയ ഭേദഗതി വരുത്തി ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട മശിയാതമ്പുരാനെ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് റോങ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് അവനെ വീണ് നമസ്കരിച്ചു. അതും ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. നമ്മൾ കന്യമറിയാമിനെ നമസ്കരിക്കത്തില്ലല്ലോ. ഇന്റർസെഷനാണ്, മധ്യസ്ഥതയാണ്, ഇന്റർസെഷൻ ഓഫ് ദ സെയിൻസ്. ഞാൻ ഈയിടെ ഒരു വലിയ സദസ്സിൽ ചോദിച്ചു, വളരെ ചുരുക്കം പേരെ കൈപോക്കിയുള്ളൂ കേട്ടോ. പരിമല പെരുന്നാൾ കഴിഞ്ഞ മുറയായിരുന്നു. നിങ്ങൾ പദയാത്രയായിട്ടും വണ്ടി യാത്രയായിട്ടും ഒക്കെ എല്ലാവരും പരിമലയ്ക്ക് പോയവരാണല്ലോ. എത്ര പേര് ആ കബറിങ്കിൽ നിന്ന് പരിമല തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉളവാക്കുന്ന ചോദ്യമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം അതാ കേട്ടോ. കർത്താവായ യേശുക്രിസ്തു ഒഴികെ ബാക്കി എല്ലാവരും നമ്മുടെ പ്രാർത്ഥനാ സംസർഗത്തിലാണ്. നമ്മൾ കന്യമറിയാമിനോട് പോലും പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് ഒരു ചെറിയ പിശക് അതിനകത്തുണ്ട്. അപ്പീസ് അമ്മാൻ കാദീശ എന്നാണ്. ആ അമ്മാൻ എന്നുള്ള വാക്ക് വിട്ടച്ച നമ്മൾ പറയുന്നത്. അമ്മാൻ എന്ന് പറഞ്ഞാൽ വിത്ത് അസ് എന്നാണ്. പരിശുദ്ധന്മാരും ശുദ്ധിമതികളും വേറിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയല്ല, ദേ ആർ പ്രേയിങ് വിത്ത് അസ്, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. നമ്മൾ യാചിക്കേണ്ടും പാടുമ്പോൾ അത് പാടുന്നുണ്ടല്ലേ? യാചിക്കുന്നു ഞങ്ങളോടൊപ്പം, അവിടെ കറക്റ്റാണ്, വരുന്നുണ്ട്. പക്ഷെ പരിശുദ്ധന്മാരെ നിങ്ങൾ എന്ന പാട്ടിനകത്ത് ആ പീസ് അമ്മാൻ
ആമാൻ എന്നുള്ള വാക്ക് വിട്ടുകളഞ്ഞിട്ടാണ് മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിരിക്കുന്നത്. പോകട്ടെ, അതല്ല നമ്മുടെ വിഷയം. വിദ്വാൻമാർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. പ്രത്യേകം പറയുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു പിശകുമില്ല. നമ്മുടെ വിശ്വാസവും അത് തന്നെയാണ്. ആരാണ്ട് നമ്മുടെ പരുമല പെരുന്നാളിൻ്റെ മുഖ്യ ദിവസത്തിൻ്റെ തലേന്ന് ആളൊഴിഞ്ഞ സമയത്താണോ എന്നെനിക്കറിയില്ല, പരുമല പാലത്തിൻ്റെ പോസ്റ്റലെല്ലാം കൊണ്ടുവന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു, യേശു ഏക മധ്യസ്ഥൻ, യേശു ഏക മധ്യസ്ഥൻ. ഒരു പുതിയ വാർത്ത പോലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണെന്നറിയാമോ? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. യേശു ഏക മധ്യസ്ഥനാണെന്നാണ് നമ്മളും പറയുന്നത്. പക്ഷെ ആ മധ്യസ്ഥത എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ സൂചന നമുക്കുണ്ടാകുമ്പോൾ അത് നമ്മെ ഉദ്ദീപിപ്പിക്കുന്ന മറ്റൊരു ചിന്തയാണ്, വി നീഡ് ടു ഓപ്പൺ അവർ ട്രഷർ ബോക്സ്. എല്ലാവരും ഇന്ന് നിക്ഷേപപ്പെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഞായറാഴ്ച പള്ളി വരുമ്പോൾ ഇപ്പോൾ 10 രൂപ വിടുന്നവരില്ലെന്ന് തോന്നി, ഇപ്പം 50 രൂപ 100 രൂപ. എന്നാലും അത് ഇട്ട് നമ്മൾ സാഹിത്യം അടയുന്നവരാണ്. ഞാൻ പള്ളിയിൽ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം കൊണ്ടുവന്ന് ഇടണമെന്നല്ല പറയുന്നത്. ബട്ട് വി നീഡ് ടു ഓപ്പൺ അവർ ട്രഷർ ബോക്സ്. നമ്മുടെ നിക്ഷേപ പാത്രങ്ങളെ ഒന്ന് തുറക്കണം. അത് പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഞാൻ ചില നാളുകൾക്ക് മുൻപ് തിരുവല്ല ആര്യാസ് പാർക്കിൽ നിന്നൊരു മസാല ദോശ കഴിച്ചിറങ്ങുമ്പോൾ ഒരു കൊച്ചനെ കുറെ ലോട്ടറി ഇങ്ങനെ പിടിച്ചോണ്ട് അവിടെ നിന്ന് കരയാണ്. കാരണം അവൻ കാറിനകത്തോട്ട് ഇങ്ങനെ ലോട്ടറിക്കാരിങ്ങനെ ഇങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനെ വെച്ചപ്പെടുത്തേക്ക് ആ കാറിൽ നിന്നൊരു ലേഡി ഇറങ്ങി വന്നിട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, അവളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള മട്ടിൽ. അപ്പോൾ ആൾക്കാരൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറങ്ങാണ്, ഇങ്ങനെ കരയുകയാണ്. ഞാൻ ചുമ്മാ പുറത്തിട്ട് എന്നാ പറയും, അത് ചേട്ടനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തു. ഞാൻ ടിക്കറ്റിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ടിക്കറ്റിലേക്ക് വാങ്ങിച്ചിട്ട് 1800 രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് അവർ 2000 രൂപ അതിലേക്ക് കൊടുത്തു. നമ്മൾ കുറിച്ച് നോക്കുന്നു, വേണ്ട കൊടുക്കും വല്ലപ്പോഴും, വലിയ തുകയിൽ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ രസം അതല്ല. അതിൻ്റെ പിറ്റേ ദിവസം പത്രത്തിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 28,000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. ഈ 18 ടിക്കറ്റിൽ നിന്നും കൂടെ അത് ഒരേ സീരീസിലുള്ള നമ്പർ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ പൈസ വെച്ച് 28,000 റുപ്പീസ്. ഞാൻ എന്നും കണ്ട് നിങ്ങളാരെങ്കിലും ഇങ്ങനെ പുള്ളിക്കോട്ട് നിൽക്കുന്നവരുടെ ലോട്ടറി എടുത്ത് പൈസ അടച്ചില്ല എന്ന് പറഞ്ഞേക്കരുത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞേക്കരുത്. യാതൊരു ഉത്തരവാദിത്വം വരുന്നില്ല. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളുമല്ല. അങ്ങനെ അത് സംഭവിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രഷർ ബോക്സ് തുറക്കുന്നതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാകാതിരിക്കുന്നില്ല. ഉറപ്പാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അന്നേരം നമുക്ക് ചെറിയ വിഷമം ഉണ്ടാകും. എൻ്റെ കയ്യിൽ 10,000 ഉള്ളതിൽ നിന്ന് 1000 പോയല്ലോ. ഡോണ്ട് ബി വറീഡ്. ആ 1000-ന് പകരം 10,000-ഓ 1,00,000-ഓ തരാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് യു നീഡ് ടു ഓപ്പൺ യുവർ ട്രഷർ ബോക്സ്. വിദ്വാൻമാർക്ക് അവരുടെ ട്രഷർ ബോക്സ് ദൈവത്തിൻ്റെ മുമ്പാകെ തുറക്കാൻ സാധിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും കന്യാമറിയാമിനും ജോസഫിനും മാത്രമല്ല യേശുദാന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പുണ്ടായത്. വേറൊരു മഹാവലിയ മനുഷ്യനും കൂടെ ഉണ്ടായി. അതാരാണെന്ന് അറിയാമോ? ഹെറോദേസ് രാജാവ്. രാജാവിൻ്റെ അരമനയിൽ വിദ്വാൻമാർ ചെന്ന് കയറിയപ്പോൾ ശാസ്ത്രിമാര് രാജാവിനോടും പറഞ്ഞല്ലോ ഒരു മഹാരാജാവ് ജനിച്ചു എന്ന്. അപ്പോൾ ആട്ടിടയന്മാരുടെയും ശാസ്ത്രിമാരുടെയും കന്യാമറിയാമിൻ്റെയും ജോസഫിൻ്റെയും ഒക്കെ ഗണത്തിൽ ആ നിലയിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളാണ് ഹെറോദേസ്. പക്ഷെ അവനെന്നാ സംഭവിച്ചത്? ഈ പറയുന്ന വ്യക്തികളെ പോലെ ബേത്ലഹേമിൽ എത്താനോ യേശുവിനെ വണങ്ങി നമസ്കരിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 2.5 വയസ്സിന് താഴെ പ്രായമുള്ള അനേകായിരം കുഞ്ഞുങ്ങളെ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാ ആദിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. അവർ കുഴപ്പമൊന്നുമില്ല. they all became holy innocents. ശിശു സഹോദരന്മാരായിരുന്നു. അവരുടെ നാമത്തിൽ പള്ളികളുണ്ട്. പെരുന്നാളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്
ഹെറോദേസിന്റെ സഹജവാസനയെ ഹെറോദേസിന് കടിഞ്ഞാണിടാനൊത്തില്ല. അവന്റെ മനസ്സിൽ ഉയർന്നത് കൊലയാണ്. ആ കൊല അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ദർശനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമായില്ല. നമ്മൾ എങ്ങനെ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉറക്കത്തിൽ നിന്നുള്ള ഉണർവാണോ നമുക്ക് തരുന്നത്? അത് ബദ്ധപ്പാട് ഏറ്റെടുക്കാനുള്ള മനസ്സാണോ നമുക്ക് തരുന്നത്? അത് ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള അനുഭവമാണോ നമുക്ക് തരുന്നത്? അതോ കൊലപാതകത്തിനും വൈരാഗ്യത്തിനുമുള്ള മനസ്സാണോ എന്ന് ഗൗരവമായി നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കൊലപാതകിയായി മാറുകയാണ്. കർത്താവിനെ ദർശിക്കുവാൻ അവന് സാധിക്കാതെ പോകുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.